ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതിനൊരു ജാതീയത കുത്തിനിറയ്ക്കാൻ അല്ലെങ്കിൽ ജാതി വിഷയമാണ്, ചില വിവേചനങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, ശ്രീ വി വി മുരളീധരൻ വാര്യർ പറഞ്ഞതുപോലെ, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ചിട്ടകളും രീതികളും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. അവിടെ അത് നടത്തി വരുന്നത് നൂറ്റാണ്ടുകളായി ഈ പറഞ്ഞ സമുദായങ്ങളാണ്. ഈ വാര്യർ സമുദായമൊക്കെയാണ് മാലകെട്ടുമായി കഴിവുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ നടത്തുന്നത്. അവിടെ മറ്റൊരു രീതിയിൽ ഈ സംഗതിയെ എന്താണ് ഇവർ തമ്മിലുള്ള ഈ ഹിന്ദു ഐക്യവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായതിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ പാരമ്പര്യം എന്നൊരു കാര്യം പറഞ്ഞു. എന്താണ് പാരമ്പര്യം എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാരമ്പര്യം കേവലമായ പാരമ്പര്യമല്ല, അത് ജാതി പാരമ്പര്യമാണ്. എന്തുകൊണ്ടാണ് കഴകത്തിന് സവർണ അമ്പലവാസികൾ മാത്രം മാറി തീർന്നത്? അതിനുള്ള ഉത്തരം കേരളീയ തന്ത്രഗ്രന്ഥമായ കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നത്. കുഴിക്കാട്ടുപച്ചയിലെ 10-ാം മണ്ഡലത്തിൽ പറയുന്നത് ഞാൻ വായിക്കാം. മതിൽക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും, പറയൻ, പുലയൻ, മണ്ണാൻ, കാടർ, വേലൻ, പാണൻ, കണിയാൻ, വാളൻ, ചേകോൻ, അരയൻ, ഇങ്ങനെ തീണ്ടലുള്ള ജാതികൾ കയറിയാൽ അശുദ്ധിയുണ്ട്. പുറത്തെ ബലിവട്ടത്തിനകത്ത് ആശാരി, കല്ലൻ, കൊല്ലൻ, മൂശാരി ഇവർ കയറിയാലും അശുദ്ധിയുണ്ട്. വിളക്കുമാടത്തിനകത്ത് വെളുത്തേടരും ക്ഷൗരക്കാരും കയറിയാൽ അശുദ്ധി. നാലമ്പലത്തിനകത്ത് സൂതക്യാശൗജാതികളും പതിതന്മാരും തട്ടാന്മാരും ഹീനജാതികളായ ശൂദ്രന്മാരും കയറിയാൽ അശുദ്ധിയുണ്ട്. ശവാശൗചികൾ മതിൽക്കകത്ത് കയറരുത്, അവർ ബലിവട്ടത്തിനകത്ത് കയറിയാൽ അശുദ്ധിയുണ്ട് എന്ന് വളരെ കൃത്യമായി കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നു. തന്ത്രസമുച്ചയത്തിലെ 10-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുന്നത് അശുദ്ധി. ഇതിൽ ആരാണ് പതിതർ എന്ന് തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാനമായ വിമർശനയിൽ പറയുന്നുണ്ട്. പതിതാദിവേശ പതിതാഹ സ്വകുലാഭ്രഷ്ടാഹ തേഷാം ചണ്ഡാലാദീനാം ച ഗോപുരാദന്തപ്രവേശ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭ്രഷ്ടരായവരോ ആദിശബ്ദം കൊണ്ട് ചാതുർവർണ്ണ്യബാഹ്യരോ മ്ലേച്ഛർ, പാഷണ്ഡർ മുതലായവർ പ്രവേശിച്ചാലോ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് തന്ത്രസമുച്ചയത്തിലും തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ വിമർശിനിയിലും വിവരണത്തിലും കലശചന്ദ്രിക ഉൾപ്പെടെയുള്ള തന്ത്രപ്രായശ്ചിത്തം ഉൾപ്പെടെയുള്ള തന്ത്രഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്തുകൊണ്ടാണ് സവർണ അമ്പലവാസികൾക്ക് മാത്രമായിട്ട് കഴക ജോലി കിട്ടിയത്? അതിനൊരു ചരിത്രപരമായ വ്യവസ്ഥയുണ്ട്. കാരണം ഒരു പ്രത്യേക സവർണ വിഭാഗത്തിൽപ്പെട്ട അമ്പലവാസികൾക്ക് വിരുത്തിയായി ഭൂമി മാറ്റിവെച്ചുകൊണ്ടാണ് ആജീവനാന്ത അവർക്ക് കഴകവൃത്തി നൽകപ്പെട്ടത്. അങ്ങനെയാണ് കാരായ്മ വ്യവസ്ഥ കേരളത്തിൽ ഉറപ്പിക്കപ്പെട്ടത്. ഈ ചരിത്രം കാണാതെ ഇത് വളരെ സംശുദ്ധമായി നടന്നു പോകുന്ന ഒരു വ്യവസ്ഥാക്രമമാണെന്ന് എന്ന് പറയുന്നത് ചരിത്രപരമായി ശരിയല്ല. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലം, കൂടൽമാണിക്യൻ ക്ഷേത്രം, ചരിത്രപരമായി തന്നെ അവർണരോട് അയിത്തം കാണിച്ച ഒരു ക്ഷേത്ര സങ്കേതമാണ് എന്ന് 1915 കൊച്ചി ഗവൺമെന്റ് ഗസറ്റ് പറയുന്നുണ്ട്. ആ ഗസറ്റ് ഞാനൊന്ന് വായിക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1900 കർക്കടകം 30, 1991 ധനു 17 വരെ നടത്തിവരുന്ന പഞ്ചസന്ത അടിയന്തരം അവസാനിക്കുന്നത് വരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ 4 പുറയുള്ള ഇടവഴികളിൽ കൂടിയോ ഈ ക്ഷേത്രത്തിന്റെ തെക്കും പടിഞ്ഞാറുമുള്ള കുളങ്ങൾക്ക് സമീപത്തോടു കൂടിയോ ഹിന്ദുക്കളിൽ തീണ്ടലുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ ഗതാഗതം ചെയ്യുന്നതായാൽ ഈ ക്ഷേത്രത്തിന് അശുദ്ധി ബാധിക്കുന്നതിനും തന്നിമിത്തം സമാധാന ലംഘനത്തിനും ഇടയുള്ളതായി നമുക്ക് കാണപ്പെട്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടിയോ സ്ഥലങ്ങളിൽ കൂടിയോ മേൽപ്പറഞ്ഞ ജാതിക്കാർ ഇന്നു മുതൽ ധനു 17 വരെ ഗതാഗതം ചെയ്തു പോകരുതെന്ന് ഇതിനാൽ നാം കൽപ്പിക്കുകയും ഖണ്ഡിതമായി താക്കീതാക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സവർണ സമുദായത്തിന് ഈ കഴകവൃത്തി കിട്ടിയത്? അതിന്റെ ചരിത്രപരമായി ഇത്തരം കൊച്ചി ഗവൺമെന്റ് ഗസറ്റിലുണ്ട്. ബാക്കി മുഴുവൻ ആളുകളെയും പുറന്തള്ളുന്ന ചാതുർവർണ്ണ ഹിംസാക്രമം ഇരിങ്ങാലക്കുടയിൽ നിലനിന്നിരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ അനുവദിക്കണം. അത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് എതിരായിട്ട് ഒരു വലിയ ബ്രാഹ്മണ പൊതുയോഗം ഇരിങ്ങാലക്കുടയിൽ യോഗം കൂടി. അത് ആരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. കൈമുക്ക് വൈദികനും വെളുത്തേടത്ത് തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള നമ്പൂതിരിമാർ, കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ എതിർത്തു എന്ന് മാത്രമല്ല
19/4/1937 ഇവർ അയിത്തജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നൽകിയ തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരെ അശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി രാജാവിനോട് ശാസനം പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകുകൂടി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്? പാരമ്പര്യം എന്ന് പറയുന്ന ജാതിയാണ്. അത് ജാതി അല്ലാതെ മറ്റൊന്നുമല്ല. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളോട് കാണിച്ച ഇപ്പൊ ഇവിടെ ഹിന്ദു ഐക്യത്തെയൊക്കെ പറ്റി പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഹിന്ദു ഐക്യത്തെ പറ്റി പറയുമ്പോൾ ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. ഒരിക്കലും അവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് നീതി കൊടുക്കുന്നതിനെ പറ്റി ചർച്ചയേ ഇല്ല. രണ്ട് കാര്യം. ഒന്ന്, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തി, അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി ആകുന്നതിന് വേണ്ടി ഒരു അപേക്ഷ അയക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോയത് അഖില കേരള തന്ത്രി സമാജമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. 2024 അഖില കേരള തന്ത്രി സമാജമാണ് തന്ത്രസമുച്ചയവും കുഴിക്കാട്ടുവച്ചയും പ്രയോഗമഞ്ജരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിപ്രകുലീന കൃതസംസ്കയോഗ എന്നുള്ള തന്ത്രസമുച്ചയത്തുള്ള ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണന് മാത്രമേ പൂജാരിയെ നിയമനം കൊടുക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ വാദിച്ചത് ആരാണ്? അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ്. അല്ലാതെ ഏതെങ്കിലും അവർണ സമുദായം അത് വാദിച്ചില്ല എന്നുള്ളത് നമ്മൾ കാരണം. അപ്പൊ ആരാണ് ജാതി പറയുന്നത്? ഇവിടുത്തെ അവർണരല്ല ജാതി പറയുന്നത്. ആരാണ് ജാതി? ബ്രാഹ്മണരെ മാത്രമേ പൂജാരിയാക്കാവൂ എന്ന് കോടതിയുടെ മുമ്പാകെ വാദിക്കുന്നത് ആരാണ്? മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരല്ല. അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇത് ജാതിയല്ല, ഇത് ജാതി വ്യവസ്ഥയല്ല. ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു, ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു, വിശാല ഹിന്ദു ഐക്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇരിങ്ങാലക്കുടയിലെ ആ രേഖയിൽ എന്താണ് കണ്ടത്? ഹിന്ദുക്കളിൽ തന്നെ തീണ്ടലുള്ളവർ. ആ തീണ്ടലുള്ളവരെ തന്നെ ഇപ്പോഴും തീട്ടി പുറത്തു നിർത്തുന്ന വ്യവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്? ഇപ്പൊ പാരമ്പര്യത്തിന്റെ പേരിൽ മറ്റു മനുഷ്യരെ ഏറ്റവും ഹീനമായി കരുതുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് ഇത് ഭരണഘടനയ്ക്കെതിരാണ്. ശരി ശരി ശരി